ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ശ്രുതി. നമ്മൾ ഏത് ഭാഷ സംസാരിക്കാൻ പഠിക്കുമ്പോഴും അതിലാദ്യം നമ്മൾ പഠിക്കുന്ന കാര്യം ഓരോരോ വാക്കുകളാണ്. ഇപ്പം നമ്മൾ മലയാളം സംസാരിക്കാൻ തുടങ്ങിയപ്പോഴും നമ്മൾ കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഓരോരോ വാക്കുകളാണ് നമ്മൾ ആദ്യം സംസാരിച്ചു തുടങ്ങിയത്. പിന്നീട് നമ്മൾ അത് ചേർത്ത് വെച്ച് വാചകങ്ങൾ ഉണ്ടാക്കി തുടങ്ങി. അങ്ങനെയാണ് നമ്മൾ ഫ്ലുവൻ്റ് ആയിട്ട് മലയാളം സംസാരിച്ചു തുടങ്ങിയത്. ഇതുപോലെ തന്നെ നമുക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കണമെങ്കിൽ നമ്മൾ ആദ്യം അതിലെ കുറച്ച് വാക്കുകൾ പഠിച്ചു വെച്ചിരിക്കണം. അത്യാവശ്യം നമുക്ക് സംസാരിക്കാൻ ആവശ്യമുള്ള കുറച്ച് വാക്കുകളെങ്കിലും നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം. ഇത് നമുക്ക് സംസാരിക്കാൻ വേണ്ടി മാത്രമല്ല, നമ്മളെടുത്ത് ഒരാൾ ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന സമയത്ത് അതിന്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിലും നമുക്ക് കുറച്ച് വാക്കുകളുടെ അർത്ഥം അറിഞ്ഞിരിക്കണം. 30 വീഡിയോകളിലായിട്ട് 3000 ഇംഗ്ലീഷ് വാക്കുകൾ പഠിക്കാന്ന് പറഞ്ഞ് നമ്മളൊരു സീരീസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന് നമ്മൾ 6 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതായത് ഓരോ വീഡിയോയിലും 100 വാക്കുകൾ വീതം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതുവരെ നമ്മൾ 600 വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞു. ഇന്നത്തെയും കൂടെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് 700 വാക്കുകൾ കിട്ടും. ഓരോ വാക്കിന്റെയും മലയാള അർത്ഥവും അതെങ്ങനെ ഒരു സെന്റൻസിൽ ഉപയോഗിക്കാന്നുള്ളതും നമ്മളിവിടെ നോക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അക്സെപ്റ്റ്, സ്വീകരിക്കുക അല്ലെങ്കിൽ അംഗീകരിക്കുക. ഒരു എക്സാമ്പിൾ നോക്കാം. അവർ ക്ഷണം സ്വീകരിച്ചോ? ഡിഡ് ദേ അക്സെപ്റ്റ് ദി ഇൻവിറ്റേഷൻ? ഇൻവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ക്ഷണം. ഡിഡ് ദേ അക്സെപ്റ്റ് ദി ഇൻവിറ്റേഷൻ? അവർ ക്ഷണം സ്വീകരിച്ചോ? എക്സ്പാൻഡ്, വികസിപ്പിക്കുക, വ്യാപിപ്പിക്കുക. ഇതൊക്കെയാണ് അർത്ഥം. എൻ്റെ പദസമ്പത്ത് വികസിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഐ വാണ്ട് ടു എക്സ്പാൻഡ് മൈ വൊക്കാബുലറി. ഐ വാണ്ട് ടു എക്സ്പാൻഡ് മൈ വൊക്കാബുലറി. വൊക്കാബുലറി പദസമ്പത്ത്. കമ്മ്യൂണിക്കേറ്റ്, ആശയവിനിമയം നടത്തുക അല്ലെങ്കിൽ വിവരമറിയിക്കുക. അവർ കൂടുതൽ ആശയവിനിമയം നടത്തേണ്ടതുണ്ട്. ദേ നീഡ് ടു കമ്മ്യൂണിക്കേറ്റ് മോർ. ദേ നീഡ് ടു കമ്മ്യൂണിക്കേറ്റ് മോർ. ഐസൊലേറ്റ്, ഒറ്റപ്പെടുത്തുക, വേർപെടുത്തുക. ഇതൊക്കെയാണ് അർത്ഥം. പുതിയ നഗരത്തിൽ അവൾക്ക് ഒറ്റപ്പെടലും ഏകാന്തതയും അനുഭവപ്പെട്ടു. ഷീ ഫെൽറ്റ് ഐസൊലേറ്റഡ് ആൻഡ് ലോൺലി ഇൻ ദ ന്യൂ സിറ്റി. ലോൺലി എന്ന് പറഞ്ഞാൽ ഏകാന്തമായ. ഷീ ഫെൽറ്റ് ഐസൊലേറ്റഡ് ആൻഡ് ലോൺലി ഇൻ ദ ന്യൂ സിറ്റി. പുതിയ നഗരത്തിൽ അവൾക്ക് ഒറ്റപ്പെടലും ഏകാന്തതയും അനുഭവപ്പെട്ടു. ഡിറൈവ്, ഉരുത്തിരിയുക അല്ലെങ്കിൽ അനുമാനിക്കുക. പല ഇംഗ്ലീഷ് പദങ്ങളും ലാറ്റിനിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ്. മെനി ഇംഗ്ലീഷ് വേർഡ്സ് ഡിറൈവ് ഫ്രം ലാറ്റിൻ. മെനി ഇംഗ്ലീഷ് വേർഡ്സ് ഡിറൈവ് ഫ്രം ലാറ്റിൻ. പല ഇംഗ്ലീഷ് പദങ്ങളും ലാറ്റിനിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ്. ലോജിക്കൽ, യുക്തിപരമായ അല്ലെങ്കിൽ യുക്തിസഹമായ. തീയിൽ കളിക്കുന്നത് യുക്തിസഹമല്ല. ഇറ്റ്സ് നോട്ട് ലോജിക്കൽ ടു പ്ലേ വിത്ത് ഫയർ. ഇറ്റ്സ് നോട്ട് ലോജിക്കൽ ടു പ്ലേ വിത്ത് ഫയർ. പെർസെപ്ഷൻ, ധാരണ. പ്രണയത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണ കാലത്തിനനുസരിച്ച് മാറാം. A perception of love can change over time. A perception of love can change over time. Intention, ഉദ്ദേശ്യം, ലക്ഷ്യം. ഇതൊക്കെയാണ് അർത്ഥം. അയാൾക്ക് പണം നൽകാനുള്ള ഉദ്ദേശമില്ലായിരുന്നു. He had no intention of paying the cash. He had no intention of paying the cash. അയാൾക്ക് പണം നൽകാനുള്ള ഉദ്ദേശമില്ലായിരുന്നു. വേവേർഡ്, വഴിപിഴച്ച, അനിയന്ത്രിതമായ, താന്തോന്നിയായ. ഇതൊക്കെയാണ് അർത്ഥം. വഴിതെറ്റിയ പട്ടം വൈദ്യുതി ലൈനുകളിൽ കുടുങ്ങി. ദ വേവേർഡ് കൈറ്റ് കോട്ട് കോട്ട് ഇൻ ദ പവർ ലൈൻസ്. കൈറ്റ് എന്ന് പറഞ്ഞാൽ പട്ടം. ദ വേവേർഡ് കൈറ്റ് കോട്ട് കോട്ട് ഇൻ ദ പവർ ലൈൻസ്. വഴിതെറ്റിയ പട്ടം വൈദ്യുതി ലൈനുകളിൽ കുടുങ്ങി. അസേർട്ട്, സ്ഥിരീകരിക്കുക അല്ലെങ്കിൽ ഉറപ്പിക്കുക. ഇന്നലെ രാത്രി ഞാൻ ഹോംവർക്ക് ചെയ്തുവെന്ന് അല്ലെങ്കിൽ ഗൃഹപാഠം ചെയ്തുവെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. ഐ അസേർട്ട് ദാറ്റ് ഐ ഡിഡ് മൈ ഹോംവർക്ക് ലാസ്റ്റ് നൈറ്റ്. ഐ അസേർട്ട് ദാറ്റ് ഐ ഡിഡ് മൈ ഹോംവർക്ക് ലാസ്റ്റ് നൈറ്റ്. ഇന്നലെ രാത്രി ഞാൻ ഹോംവർക്ക് ചെയ്തുവെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. ലോയൽ, വിശ്വസ്തമായ അല്ലെങ്കിൽ കൂറു പുലർത്തുന്ന എന്നൊക്കെയാണ് അർത്ഥം. അവനൊരു വിശ്വസ്ത സുഹൃത്താണ്. ഹീസ് എ ലോയൽ ഫ്രണ്ട്. ഹീസ് എ ലോയൽ ഫ്രണ്ട്. ജെനുവിൻ, യഥാർത്ഥമായ അല്ലെങ്കിൽ സത്യമായ. അവളോടുള്ള അവൻ്റെ സ്നേഹം ആത്മാർത്ഥമായിരുന്നു അല്ലെങ്കിൽ സത്യമായിരുന്നു. ഹിസ് ലവ് ഫോർ ഹെർ വാസ് ജെനുവിൻ. ഹിസ് ലവ് ഫോർ ഹെർ വാസ് ജെനുവിൻ. ഇൻവിഗറേറ്റ്, ശക്തിപ്പെടുത്തുക അല്ലെങ്കിൽ ഊർജ്ജസ്വലമാക്കുക. ചാടുന്നത് നിങ്ങളുടെ പേശികളെ ശക്തിപ്പെടുത്തും. ജമ്പിങ് ക്യാൻ ഇൻവിഗറേറ്റ് യുവർ മസിൽസ്. ജമ്പ് എന്ന് പറഞ്ഞാൽ ചാടുക. ജമ്പിങ് ക്യാൻ ഇൻവിഗറേറ്റ് യുവർ മസിൽസ്. ചാടുന്നത് നിങ്ങളുടെ പേശികളെ ശക്തിപ്പെടുത്തും. അക്ലിമേറ്റ്, ഇണങ്ങുക അല്ലെങ്കിൽ ശീലിക്കുക. ഒരു പുതിയ ജോലിയുമായി പൊരുത്തപ്പെടാൻ കുറച്ച് സമയമെടുക്കും. ഇറ്റ് ടേക്സ് എ വൈൽ ടു അക്ലിമേറ്റ് ടു എ ന്യൂ ജോബ്. വൈൽ എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം. ഇറ്റ് ടേക്സ് എ വൈൽ ടു അക്ലിമേറ്റ് ടു എ ന്യൂ ജോബ്. ഒരു പുതിയ ജോലിയുമായി പൊരുത്തപ്പെടാൻ കുറച്ച് സമയമെടുക്കും. ബുക്കിഷ്, പുസ്തകജ്ഞാനമുള്ള അല്ലെങ്കിൽ വായനയിലും പഠനത്തിലും താല്പര്യമുള്ള.
ചരിത്രത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പുസ്തകജ്ഞാനം സഹപാഠികളിൽ മതിപ്പുളവാക്കി. ഹിസ് ബുക്കിഷ് നോളജ് ഓഫ് ഹിസ്റ്ററി ഇംപ്രസ്ഡ് ഹിസ് ക്ലാസ്മേറ്റ്സ്. ഇംപ്രസ് എന്ന് പറഞ്ഞാൽ മതിപ്പ് തോന്നിപ്പിക്കുക. ഹിസ് ബുക്കിഷ് നോളജ് ഓഫ് ഹിസ്റ്ററി ഇംപ്രസ്ഡ് ഹിസ് ക്ലാസ്മേറ്റ്സ്. ചരിത്രത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പുസ്തകജ്ഞാനം സഹപാഠികളിൽ മതിപ്പുളവാക്കി. ബൂം, മുഴക്കമുള്ള ശബ്ദം, പെട്ടെന്നുള്ള വളർച്ച, ഇതൊക്കെയാണ് അർത്ഥം. ഉഗ്രശബ്ദത്തോടെ മരം വീണു. ദ ട്രീ ഫെൽ വിത്ത് എ ലൗഡ് ബൂം. ഫെൽ എന്ന് പറഞ്ഞാൽ വീണു. ദ ട്രീ ഫെൽ വിത്ത് എ ലൗഡ് ബൂം. ഉഗ്രശബ്ദത്തോടെ മരം വീണു. ഫെയിൻറ്റ്, തളർച്ച, ക്ഷീണിച്ച, വിളറിയ, ഇതൊക്കെയാണ് അർത്ഥം. രക്തം ദാനം ചെയ്യുമ്പോൾ എനിക്കെപ്പോഴും തളർച്ച അനുഭവപ്പെടാറുണ്ട്. ഐ ഓൾവേസ് ഫീൽ ഫെയിൻറ്റ് വെൻ ഐ ഡൊണേറ്റ് ബ്ലഡ്. ഓൾവേസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും, ഫീൽ തോന്നുക, ഡൊണേറ്റ് എന്ന് പറഞ്ഞാൽ ദാനം ചെയ്യുക. ഐ ഓൾവേസ് ഫീൽ ഫെയിൻറ്റ് വെൻ ഐ ഡൊണേറ്റ് ബ്ലഡ്. രക്തം ദാനം ചെയ്യുമ്പോൾ എനിക്കെപ്പോഴും തളർച്ച അനുഭവപ്പെടാറുണ്ട്. ഇനീഷ്യലി, ആരംഭത്തിൽ അല്ലെങ്കിൽ ആദ്യമായി. ആദ്യം വിചാരിച്ചതിലും മോശമാണ് സ്ഥിതി. ദ സിറ്റുവേഷൻ ഈസ് വേഴ്സ് ദാൻ വി ഇനീഷ്യലി തോട്ട്. സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അവസ്ഥ അല്ലെങ്കിൽ സ്ഥിതി. വേഴ്സ് എന്ന് പറഞ്ഞാൽ മോശമായി അല്ലെങ്കിൽ കുറെ കൂടി വഷളായ. തോട്ട്, ചിന്തിച്ചു അല്ലെങ്കിൽ വിചാരിച്ചു. ദ സിറ്റുവേഷൻ ഈസ് വേഴ്സ് ദാൻ വി ഇനീഷ്യലി തോട്ട്. ആദ്യം വിചാരിച്ചതിലും മോശമാണ് സ്ഥിതി. ബാക്ക് ഫയർ, വിപരീത ഫലമുളവാക്കുക അല്ലെങ്കിൽ തിരിച്ചടിക്കുക. അവർ പറഞ്ഞ നുണകൾ അവർക്ക് തിരിച്ചടിയായി. ദ ലൈസ് ദേ ടോൾഡ് ബാക്ക് ഫയർഡ് ഓൺ ദം. ലൈ എന്ന് പറഞ്ഞാൽ കള്ളം അല്ലെങ്കിൽ നുണ. ടോൾഡ്, പറഞ്ഞു. ദ ലൈസ് ദേ ടോൾഡ് ബാക്ക് ഫയർഡ് ഓൺ ദം. അവർ പറഞ്ഞ നുണകൾ അവർക്ക് തിരിച്ചടിയായി. എഡിബിൾ, ഭക്ഷ്യയോഗ്യമായ, തിന്നാൻ പറ്റിയ, ഇതൊക്കെയാണ് അർത്ഥം. ഈ കൂൺ ഭക്ഷ്യയോഗ്യമാണോ? ആർ ദീസ് മഷ്റൂംസ് എഡിബിൾ? മഷ്റൂം എന്ന് പറഞ്ഞാൽ കൂൺ. ആർ ദീസ് മഷ്റൂംസ് എഡിബിൾ? അഷെയിംഡ്, നാണക്കേടുള്ള അല്ലെങ്കിൽ ലജ്ജയുള്ള. ഞാൻ നിങ്ങളെ ഓർത്ത് ലജ്ജിക്കുന്നു. ഐ എം അഷെയിംഡ് ഓഫ് യു. ഐ എം അഷെയിംഡ് ഓഫ് യു. കോംപ്രമൈസ്, വിട്ടുവീഴ്ച ചെയ്യുക, ഒത്തുതീർപ്പ് ചെയ്യുക, ഇതൊക്കെയാണ് അർത്ഥം. ഇക്കാര്യത്തിൽ നമുക്ക് വിട്ടുവീഴ്ച ചെയ്യാനാകില്ല. വി കനോട്ട് കോംപ്രമൈസ് ഓൺ ദിസ്. വി കനോട്ട് കോംപ്രമൈസ് ഓൺ ദിസ്. ഇക്കാര്യത്തിൽ നമുക്ക് വിട്ടുവീഴ്ച ചെയ്യാനാകില്ല. റെക്കമെൻഡ്, നിർദ്ദേശിക്കുക അല്ലെങ്കിൽ ശുപാർശ ചെയ്യുക. ഒരു നല്ല സിനിമ നിർദ്ദേശിക്കാമോ? ക്യാൻ യു റെക്കമെൻഡ് എ ഗുഡ് മൂവി? ക്യാൻ യു റെക്കമെൻഡ് എ ഗുഡ് മൂവി? ഒരു നല്ല സിനിമ നിർദ്ദേശിക്കാമോ? ഇൻകൺവീനിയൻസ്, അസൗകര്യപ്പെടുത്തുക, അസഹ്യപ്പെടുത്തുക, ഇതൊക്കെയാണ് അർത്ഥം. അസൗകര്യത്തിൽ ഞാൻ ഖേദിക്കുന്നു. ഐ എം സോറി ഫോർ ദി ഇൻകൺവീനിയൻസ്. ഐ എം സോറി ഫോർ ദി ഇൻകൺവീനിയൻസ്. അസൗകര്യത്തിൽ ഞാൻ ഖേദിക്കുന്നു. എംഫസൈസ്, ഊന്നി പറയുക, ഉറപ്പിച്ചു പറയുക, പ്രതിപാദിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. സുരക്ഷാ നിയമങ്ങൾ നാം ഊന്നി പറയേണ്ടതുണ്ട്. വി നീഡ് ടു എംഫസൈസ് ദ സേഫ്റ്റി റൂൾസ്. സേഫ്റ്റി റൂൾസ് എന്ന് വെച്ചാൽ സുരക്ഷാ നിയമങ്ങൾ. വി നീഡ് ടു എംഫസൈസ് ദ സേഫ്റ്റി റൂൾസ്. അംബിഗ്യുവസ്, അവ്യക്തമായ അല്ലെങ്കിൽ രണ്ടർത്ഥമുള്ള. അദ്ദേഹം എനിക്ക് അവ്യക്തമായ ഒരു ഉത്തരം നൽകി. ഹി ഗേവ് മീ ആൻ അംബിഗ്യുവസ് ആൻസർ. ഹി ഗേവ് മീ ആൻ അംബിഗ്യുവസ് ആൻസർ. അദ്ദേഹം എനിക്ക് അവ്യക്തമായ ഒരു ഉത്തരം നൽകി. ഇൻറ്റൻറ്റ്, ഉദ്ദേശിക്കുക അല്ലെങ്കിൽ അർത്ഥമാക്കുക. രാത്രി അവിടെ ചിലവഴിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. ഐ ഇൻറ്റൻറ്റ് ടു സ്പെൻഡ് ദ നൈറ്റ് ദെയർ. സ്പെൻഡ് എന്ന് പറഞ്ഞാൽ ചിലവഴിക്കുക. ഐ ഇൻറ്റൻറ്റ് ടു സ്പെൻഡ് ദ നൈറ്റ് ദെയർ. രാത്രി അവിടെ ചിലവഴിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. ഒബ്ജക്റ്റീവ്, ഉദ്ദേശ്യം, ലക്ഷ്യം, ഇതൊക്കെയാണ് അർത്ഥം. ഒക്ടോബറിൽ പൂർത്തിയാക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ഹിസ് ഒബ്ജക്റ്റീവ് വാസ് ടു ഫിനിഷ് ബൈ ഒക്ടോബർ. ഫിനിഷ് എന്ന് പറഞ്ഞാൽ പൂർത്തിയാക്കുക. ഹിസ് ഒബ്ജക്റ്റീവ് വാസ് ടു ഫിനിഷ് ബൈ ഒക്ടോബർ. ഒക്ടോബറിൽ പൂർത്തിയാക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അട്ടർ, മുഴുവനായ, പൂർണ്ണമായ, തീർച്ചയായ, ഇതൊക്കെയാണ് അർത്ഥം. അവൾ എനിക്ക് തീർത്തും അപരിചിതയാണ്. ഷീസ് ആൻ അട്ടർ സ്ട്രേഞ്ചർ ടു മീ. സ്ട്രേഞ്ചർ എന്ന് പറഞ്ഞാൽ അപരിചിത വ്യക്തി. ഷീസ് ആൻ അട്ടർ സ്ട്രേഞ്ചർ ടു മീ. അവൾ എനിക്ക് തീർത്തും അപരിചിതയാണ്. എൻഗേജ്, ഏർപ്പെടുക അല്ലെങ്കിൽ വ്യാപൃതമാവുക. സംവാദത്തിൽ ഏർപ്പെടാൻ എനിക്ക് സമയമില്ല. ഐ ഹാവ് നോ ടൈം ടു എൻഗേജ് ഇൻ ദ ഡിബേറ്റ്. ഡിബേറ്റ് എന്ന് പറഞ്ഞാൽ സംവാദം അല്ലെങ്കിൽ വാദപ്രതിവാദം. ഐ ഹാവ് നോ ടൈം ടു എൻഗേജ് ഇൻ ദ ഡിബേറ്റ്. സംവാദത്തിൽ ഏർപ്പെടാൻ എനിക്ക് സമയമില്ല. സ്കേഴ്സ്, കുറവായി, ദുർബലമായി, ഇതൊക്കെയാണ് അർത്ഥം. യുദ്ധകാലത്ത് ഭക്ഷണം കുറവായിരുന്നു. ഫുഡ് വാസ് സ്കേഴ്സ് ഡ്യൂറിങ് ദ വാർ. വാർ, യുദ്ധം. ഫുഡ് വാസ് സ്കേഴ്സ് ഡ്യൂറിങ് ദ വാർ. യുദ്ധകാലത്ത് ഭക്ഷണം കുറവായിരുന്നു.
പാസേജ് വഴി, പാത, മാർഗം ഇതൊക്കെയാണ് അർത്ഥം. കാറുകൾക്ക് കടന്നു പോകാൻ കഴിയാത്തത്ര ഇടുങ്ങിയതാണ് ഈ പാത. ദ പാസേജ് ഈസ് ടു നാരോ ഫോർ ദ കാർസ് ടു ഗെറ്റ് ത്രൂ. ദ പാസേജ് ഈസ് ടു നാരോ. നാരോ എന്ന് വെച്ചാൽ ഇടുങ്ങിയ. ദ പാസേജ് ഈസ് ടു നാരോ ഫോർ ദ കാർസ് ടു ഗെറ്റ് ത്രൂ. വെയിൻ പാഴായ, വ്യർത്ഥമായ അല്ലെങ്കിൽ വെറുതെ എന്നുള്ള അർത്ഥത്തിലൊക്കെയാണ് വെയിൻ ഉപയോഗിക്കുന്നത്. ഒരു പ്രതികരണത്തിനായി അവർ വെറുതെ കാത്തിരുന്നു. ദേ വെയിറ്റഡ് ഇൻ വെയിൻ ഫോർ എ റെസ്പോൺസ്. റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ പ്രതികരണം. ദേ വെയിറ്റഡ് ഇൻ വെയിൻ ഫോർ എ റെസ്പോൺസ്. ഒരു പ്രതികരണത്തിനായി അവർ വെറുതെ കാത്തിരുന്നു. കോസ്റ്റ് തീരം അല്ലെങ്കിൽ തീരപ്രദേശം. തീരത്ത് ഞങ്ങൾ ഒരു ഞെണ്ടിനെ കണ്ടു. വി സോ എ ക്രാബ് ഓൺ ദ കോസ്റ്റ്. ക്രാബ് എന്ന് പറഞ്ഞാൽ ഞണ്ട്. വി സോ എ ക്രാബ് ഓൺ ദ കോസ്റ്റ്. തീരത്ത് ഞങ്ങൾ ഒരു ഞെണ്ടിനെ കണ്ടു. കൺവേ എത്തിക്കുക അല്ലെങ്കിൽ അറിയിക്കുക. എനിക്ക് വേണ്ടി ഈ സന്ദേശം നിങ്ങളുടെ സഹോദരിയെ അറിയിക്കാമോ? ക്യാൻ യു കൺവേ ദിസ് മെസ്സേജ് ടു യുവർ സിസ്റ്റർ ഫോർ മീ. ക്യാൻ യു കൺവേ ദിസ് മെസ്സേജ് ടു യുവർ സിസ്റ്റർ ഫോർ മീ. എനിക്ക് വേണ്ടി ഈ സന്ദേശം നിങ്ങളുടെ സഹോദരിയെ അറിയിക്കാമോ? അണ്ടർടേക്ക് ഏറ്റെടുക്കുക അല്ലെങ്കിൽ ചുമതലയേൽക്കുക. എല്ലാ ഉത്തരവാദിത്തവും നിങ്ങൾ ഏറ്റെടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഐ വാണ്ട് യു ടു അണ്ടർടേക്ക് ഓൾ ദ റെസ്പോൺസിബിലിറ്റി. റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തം. ഐ വാണ്ട് യു ടു അണ്ടർടേക്ക് ഓൾ ദ റെസ്പോൺസിബിലിറ്റി. ഹംബിൾ വിനീതമായ, എളിയ ഇതൊക്കെയാണ് അർത്ഥം. എൻ്റെ എളിയ അഭിപ്രായത്തിൽ അവൻ തിരഞ്ഞെടുപ്പിൽ വിജയിക്കും. ഇൻ മൈ ഹംബിൾ ഒപ്പീനിയൻ ഹി വിൽ വിൻ ദി ഇലക്ഷൻ. ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ അഭിപ്രായം, വിൻ എന്ന് പറഞ്ഞാൽ വിജയിക്കുക. ഇൻ മൈ ഹംബിൾ ഒപ്പീനിയൻ ഹി വിൽ വിൻ ദി ഇലക്ഷൻ. എൻ്റെ എളിയ അഭിപ്രായത്തിൽ അവൻ തിരഞ്ഞെടുപ്പിൽ വിജയിക്കും. മെജോറിറ്റി ഭൂരിഭാഗം അല്ലെങ്കിൽ അധികപക്ഷം. ഭൂരിഭാഗം വീടുകളും വലുതാണ്. ദ മെജോറിറ്റി ഓഫ് ദ ഹൗസസ് ആർ ബിഗ്. ദ മെജോറിറ്റി ഓഫ് ദ ഹൗസസ് ആർ ബിഗ്. ഭൂരിഭാഗം വീടുകളും വലുതാണ്. ഡിസ്പെയർ നിരാശ അല്ലെങ്കിൽ വിഷാദം. ഞാൻ നിരാശയോടെ എൻ്റെ സുഹൃത്തിനെ നോക്കി. ഐ ലുക്ക്ഡ് അറ്റ് മൈ ഫ്രണ്ട് ഇൻ ഡിസ്പെയർ. ഐ ലുക്ക്ഡ് അറ്റ് മൈ ഫ്രണ്ട് ഇൻ ഡിസ്പെയർ. ഞാൻ നിരാശയോടെ എൻ്റെ സുഹൃത്തിനെ നോക്കി. ഒപ്രസ് അടിച്ചമർത്തുക, മർദ്ദിക്കുക ഇതൊക്കെയാണ് അർത്ഥം. ഒരു നല്ല ഭരണാധികാരി പാവങ്ങളെ അടിച്ചമർത്തുകയില്ല. എ ഗുഡ് റൂളർ വിൽ നോട്ട് ഒപ്രസ് ദ പുവർ. പുവർ പാവപ്പെട്ട, റൂളർ എന്ന് പറഞ്ഞാൽ ഭരണാധികാരി. എ ഗുഡ് റൂളർ വിൽ നോട്ട് ഒപ്രസ് ദ പുവർ. ഒരു നല്ല ഭരണാധികാരി പാവങ്ങളെ അടിച്ചമർത്തുകയില്ല. അലൈൻ അണിനിരത്തുക, മറ്റുള്ളവരുമായി പൊരുത്തപ്പെടുക ഇതൊക്കെയാണ് അർത്ഥം. നിങ്ങളുടെ വാക്കുകൾ നിങ്ങളുടെ പ്രവർത്തികളുമായി പൊരുത്തപ്പെടുന്നില്ല. യുവർ വേർഡ്സ് ഡോണ്ട് അലൈൻ വിത്ത് യുവർ ആക്ഷൻസ്. ആക്ഷൻസ് എന്ന് പറഞ്ഞാൽ പ്രവർത്തികൾ. യുവർ വേർഡ്സ് ഡോണ്ട് അലൈൻ വിത്ത് യുവർ ആക്ഷൻസ്. നിങ്ങളുടെ വാക്കുകൾ നിങ്ങളുടെ പ്രവർത്തികളുമായി പൊരുത്തപ്പെടുന്നില്ല. ഫാക്ഷൻ വിമത വിഭാഗം. ഒരു സംഘടനയ്ക്കുള്ളിലെ വിമത വിഭാഗം, ഇതിനെയൊക്കെയാണ് ഫാക്ഷൻ എന്ന് പറയുന്നത്. കർഷകരുടെ ഒരു വിഭാഗം അവരുടെ വിളവെടുപ്പ് നടത്തുകയാണ്. ദ ഫാക്ഷൻ ഓഫ് ഫാമേഴ്സ് ഈസ് ഹാർവസ്റ്റിംഗ് ദ ക്രോപ്സ്. ഫാമർ കൃഷിക്കാരൻ. ഹാർവസ്റ്റ് എന്ന് പറഞ്ഞാൽ വിളവെടുക്കുക എന്നാണ് അർത്ഥം. ദ ഫാക്ഷൻ ഓഫ് ഫാമേഴ്സ് ഈസ് ഹാർവസ്റ്റിംഗ് ദ ക്രോപ്സ്. ആർബിട്രറി അനിയന്ത്രിതമായ, ഏകപക്ഷീയമായ ഇതൊക്കെയാണ് അർത്ഥം. എൻ്റെ തിരഞ്ഞെടുപ്പ് എപ്പോഴും ഏകപക്ഷീയമാണ്. മൈ ചോയ്സ് ഈസ് ഓൾവേസ് ആർബിട്രറി. മൈ ചോയ്സ് ഈസ് ഓൾവേസ് ആർബിട്രറി. എൻ്റെ തിരഞ്ഞെടുപ്പ് എപ്പോഴും ഏകപക്ഷീയമാണ്. കൺസിക്യൂട്ടീവ് തുടർച്ചയായി വരുന്ന അല്ലെങ്കിൽ ക്രമമനുസരിച്ച. ഞാൻ തുടർച്ചയായി 3 കളികൾ ജയിച്ചു. ഐ വൺ 3 കൺസിക്യൂട്ടീവ് ഗെയിംസ്. ഐ വൺ 3 കൺസിക്യൂട്ടീവ് ഗെയിംസ്. ഞാൻ തുടർച്ചയായി 3 കളികൾ ജയിച്ചു. ഡിവോൾവ് കടമകളും മറ്റും മറ്റൊരാളെ ഏൽപ്പിക്കുക, പിന്തുടർച്ച അവകാശമായി കൈവരിക ഇതൊക്കെയാണ് അർത്ഥം. കെട്ടിടം അവൻ്റെ മൂത്ത മകന് കൈമാറും. ദ ബിൽഡിംഗ് വിൽ ഡിവോൾവ് ടു ഹിസ് എൽഡസ്റ്റ് സൺ. ദ ബിൽഡിംഗ് വിൽ ഡിവോൾവ് ടു ഹിസ് എൽഡസ്റ്റ് സൺ. എക്സ്പ്ലോയിറ്റേഷൻ ചൂഷണം അല്ലെങ്കിൽ പരമാവധി മുതലെടുക്കൽ. ചൂഷണം ഒരിക്കലും ശരിയായ കാര്യമല്ല. എക്സ്പ്ലോയിറ്റേഷൻ ഈസ് നെവർ ദ റൈറ്റ് തിങ് ടു ഡു. എക്സ്പ്ലോയിറ്റേഷൻ ഈസ് നെവർ ദ റൈറ്റ് തിങ് ടു ഡു. പാർഷ്യാലിറ്റി പക്ഷഭേദം അല്ലെങ്കിൽ മമത. ചില വിദ്യാർത്ഥികളോട് അധ്യാപകൻ പക്ഷഭേദം കാണിച്ചു. ദ ടീച്ചർ ഷോഡ് പാർഷ്യാലിറ്റി ടുവേർഡ്സ് സർട്ടൻ സ്റ്റുഡൻസ്. സർട്ടൻ എന്ന് പറഞ്ഞാൽ ചില. ദ ടീച്ചർ ഷോഡ് പാർഷ്യാലിറ്റി ടുവേർഡ്സ് സർട്ടൻ സ്റ്റുഡൻസ്. ചില വിദ്യാർത്ഥികളോട് അധ്യാപകൻ പക്ഷഭേദം കാണിച്ചു. സേലിയൻറ്റ് പ്രത്യക്ഷമായ അല്ലെങ്കിൽ പ്രധാനമായ. മഴവില്ലിൻ്റെ പ്രധാന നിറം ചുവപ്പാണ്. ദ സേലിയൻറ്റ് കളർ ഓഫ് ദ റെയിൻബോ ഈസ് റെഡ്. റെയിൻബോ മഴവില്ല്. ദ സേലിയൻറ്റ് കളർ ഓഫ് ദ റെയിൻബോ ഈസ് റെഡ്. മഴവില്ലിൻ്റെ പ്രധാന നിറം ചുവപ്പാണ്. സ്റ്റോം
കൊടുങ്കാറ്റ് അല്ലെങ്കിൽ പ്രകൃതിക്ഷോഭം. കൊടുങ്കാറ്റ് കരയിലും കടലിലും ആഞ്ഞടിച്ചു. ദ സ്റ്റോം ബ്ലൂ ഓവർ ലാൻഡ് ആൻഡ് സീ. ലാൻഡ് കര, ബ്ലൂ എന്ന് വെച്ചാൽ കാറ്റ് വീശുന്നതിനെയാണ് പറയുന്നത്. ദ സ്റ്റോം ബ്ലൂ ഓവർ ലാൻഡ് ആൻഡ് സീ. കൊടുങ്കാറ്റ് കരയിലും കടലിലും ആഞ്ഞടിച്ചു. സ്നാച്ച്, പിടിച്ചു പറിക്കുക അല്ലെങ്കിൽ തട്ടിയെടുക്കുക. കള്ളൻ അവളുടെ പേഴ്സ് തട്ടിയെടുക്കാൻ ശ്രമിച്ചു. ദ തീഫ് അറ്റംപ്റ്റഡ് ടു സ്നാച്ച് ഹെർ പേഴ്സ്. അറ്റംപ്റ്റ് എന്ന് പറഞ്ഞാൽ ശ്രമിക്കുക, തീഫ് കള്ളൻ. ദ തീഫ് അറ്റംപ്റ്റഡ് ടു സ്നാച്ച് ഹെർ പേഴ്സ്. കള്ളൻ അവളുടെ പേഴ്സ് തട്ടിയെടുക്കാൻ ശ്രമിച്ചു. നംനെസ്, മരവിപ്പിനെയാണ് നംനെസ് എന്ന് പറയുന്നത്. ഉയർന്ന കൊളസ്ട്രോൾ കൈകളിലും കാലുകളിലും മരവിപ്പിന് കാരണമാകും. ഹൈ കൊളസ്ട്രോൾ ക്യാൻ കോസ് നംനെസ് ഇൻ ദ ഹാൻഡ്സ് ആൻഡ് ലെഗ്സ്. ഹൈ കൊളസ്ട്രോൾ ക്യാൻ കോസ് നംനെസ് ഇൻ ദ ഹാൻഡ്സ് ആൻഡ് ലെഗ്സ്. ഉയർന്ന കൊളസ്ട്രോൾ കൈകളിലും കാലുകളിലും മരവിപ്പിന് കാരണമാകും. എൻസ്നയർ, കുടുക്കിൽ വീഴിക്കുക, അകപ്പെടുത്തുക, വലയിൽ കുടുക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ചിലന്തികൾ ഈച്ചകളെയും മറ്റു പ്രാണികളെയും അവരുടെ വലകളിൽ കുടുക്കുന്നു. സ്പൈഡേഴ്സ് എൻസ്നയർ ഫ്ലൈസ് ആൻഡ് അതർ ഇൻസെക്ട്സ് ഇൻ ദെയർ വെബ്സ്. സ്പൈഡർ എട്ടുകാലി അല്ലെങ്കിൽ ചിലന്തി. ഫ്ലൈസ് എന്ന് പറഞ്ഞാൽ ഈച്ച, ഇൻസെക്റ്റ് ചെറിയ പ്രാണികൾ, വെബ് എന്ന് പറഞ്ഞാൽ ചിലന്തി വല. സ്പൈഡേഴ്സ് എൻസ്നയർ ഫ്ലൈസ് ആൻഡ് അതർ ഇൻസെക്ട്സ് ഇൻ ദെയർ വെബ്സ്. ചിലന്തികൾ ഈച്ചകളെയും മറ്റു പ്രാണികളെയും അവരുടെ വലകളിൽ കുടുക്കുന്നു. അരിയേഴ്സ്, കുടിശ്ശിക അല്ലെങ്കിൽ കൊടുക്കാനുള്ള പണം. നിരവധി ആളുകൾക്ക് വാടക കുടിശ്ശികയുണ്ട്. മെനി പീപ്പിൾ ആർ ഇൻ അരിയേഴ്സ് വിത്ത് ദെയർ റെൻറ്റ്. റെൻറ്റ് എന്ന് പറഞ്ഞാൽ വാടക. മെനി പീപ്പിൾ ആർ ഇൻ അരിയേഴ്സ് വിത്ത് ദെയർ റെൻറ്റ്. നിരവധി ആളുകൾക്ക് വാടക കുടിശ്ശികയുണ്ട്. സ്റ്റാർട്ടിൽ, ഞെട്ടിക്കുക അല്ലെങ്കിൽ നടുക്കുക. ഇടിമുഴക്കം കുഞ്ഞിനെ ഞെട്ടിച്ചു. ദ തണ്ടർ സ്റ്റാർട്ടിൽഡ് ദ ലിറ്റിൽ ബേബി. തണ്ടർ ഇടി അല്ലെങ്കിൽ ഇടിമുഴക്കം. ദ തണ്ടർ സ്റ്റാർട്ടിൽഡ് ദ ലിറ്റിൽ ബേബി. ഇടിമുഴക്കം കുഞ്ഞിനെ ഞെട്ടിച്ചു. പ്രിസ്യൂം, കരുതുക, ഊഹിക്കുക, സങ്കൽപ്പിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. നിന്റെ ഹോംവർക്ക് അല്ലെങ്കിൽ നിന്റെ ഗൃഹപാഠം നീ ഇതിനകം പൂർത്തിയാക്കി കഴിഞ്ഞുവെന്ന് ഞാൻ കരുതുന്നു. ഐ പ്രിസ്യൂം ദാറ്റ് യു ഹാവ് ഓൾറെഡി ഫിനിഷ്ഡ് യുവർ ഹോംവർക്ക്. ഫിനിഷ്, പൂർത്തിയാക്കുക. ഐ പ്രിസ്യൂം ദാറ്റ് യു ഹാവ് ഓൾറെഡി ഫിനിഷ്ഡ് യുവർ ഹോംവർക്ക്. നിന്റെ ഗൃഹപാഠം നീ ഇതിനകം പൂർത്തിയാക്കി കഴിഞ്ഞുവെന്ന് ഞാൻ കരുതുന്നു. ഒബ്വിയേറ്റ്, തടുക്കുക അല്ലെങ്കിൽ ഒഴിവാക്കുക. ഒരു പ്രശ്നം ഒഴിവാക്കുക. ഒബ്വിയേറ്റ് എ പ്രോബ്ലം. ഒബ്വിയേറ്റ് എ പ്രോബ്ലം. ലോങ്ങിഷ്, ലോങ്ങിഷ് എന്ന് പറഞ്ഞാൽ നീളമുള്ള. നീളമുള്ള ഗൗണായിരുന്നു അത്. ഇറ്റ് വാസ് എ ലോങ്ങിഷ് ഗൗൺ. ഇറ്റ് വാസ് എ ലോങ്ങിഷ് ഗൗൺ. നീളമുള്ള ഗൗണായിരുന്നു അത്. ഹോയിസ്റ്റ്, ഉയർത്തുക, കയറ്റുക, പൊക്കുക, ഇതൊക്കെയാണ് അർത്ഥം. കപ്പലുകൾ ഉയർത്താൻ നാവികൻ ഒരു കയർ ഉപയോഗിച്ചു. ദ സെയിലർ യൂസ്ഡ് എ റോപ്പ് ടു ഹോയിസ്റ്റ് ദ സെയിൽസ്. സെയിലർ നാവികൻ, റോപ്പ് എന്ന് പറഞ്ഞാൽ കയർ. ദ സെയിലർ യൂസ്ഡ് എ റോപ്പ് ടു ഹോയിസ്റ്റ് ദ സെയിൽസ്. കപ്പലുകൾ ഉയർത്താൻ നാവികൻ ഒരു കയർ ഉപയോഗിച്ചു. ഗ്രോപ്പ്, തപ്പുക അല്ലെങ്കിൽ ഇരുട്ടിൽ തപ്പിത്തടയുക. ഞാൻ ഫോണിനായി ഇരുട്ടിൽ തപ്പി. ഐ ഗ്രോപ്പ് ഇൻ ദ ഡാർക്ക്നെസ് ഫോർ ദ ഫോൺ. ഐ ഗ്രോപ്പ് ഇൻ ദ ഡാർക്ക്നെസ് ഫോർ ദ ഫോൺ. ഡാർക്ക്നെസ്, ഇരുട്ട്. ഞാൻ ഫോണിനായി ഇരുട്ടിൽ തപ്പി. എലിജിബിൾ, അർഹതയുള്ള അല്ലെങ്കിൽ യോഗ്യതയുള്ള. 18 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് മാത്രമേ വോട്ട് ചെയ്യാൻ അർഹതയുള്ളൂ. ഓൺലി പീപ്പിൾ ഓവർ 18 ആർ എലിജിബിൾ ടു വോട്ട്. ഓൺലി പീപ്പിൾ ഓവർ 18 ആർ എലിജിബിൾ ടു വോട്ട്. 18 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് മാത്രമേ വോട്ട് ചെയ്യാൻ അർഹതയുള്ളൂ. ട്രംബിൾ, വിറയ്ക്കുക അല്ലെങ്കിൽ ഞെട്ടുക. അവൾ ഭയം കൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഷി വാസ് ട്രെംബ്ലിംഗ് വിത്ത് ഫിയർ. ഫിയർ, പേടി അല്ലെങ്കിൽ ഭയം. ഷി വാസ് ട്രെംബ്ലിംഗ് വിത്ത് ഫിയർ. അവൾ ഭയം കൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. സ്പ്യൂരിയസ്, കള്ളമായ, വ്യാജമായ, ഇതൊക്കെയാണ് അർത്ഥം. വ്യാജമദ്യം നിരവധി പേരുടെ ജീവനെടുത്തു. ദ സ്പ്യൂരിയസ് ലിക്കർ ക്ലെയിംഡ് മെനി ലൈവ്സ്. ദ സ്പ്യൂരിയസ് ലിക്കർ ക്ലെയിംഡ് മെനി ലൈവ്സ്. റിഗറസ്, കർക്കശമായ, പരുഷമായ, കൃത്യതയുള്ള, ഇതൊക്കെയാണ് അർത്ഥം. അവൻ വളരെ കർക്കശക്കാരനാണ്. ഹീസ് എ വെരി റിഗറസ് മാൻ. ഹീസ് എ വെരി റിഗറസ് മാൻ. അവൻ വളരെ കർക്കശക്കാരനാണ്. ഫിനോമിനൽ, അസാധാരണമായ, അസാമാന്യമായ അല്ലെങ്കിൽ ആശ്ചര്യകരമായ എന്നൊക്കെയാണ് അർത്ഥം. റോക്കറ്റ് ആശ്ചര്യകരമായ വേഗത്തിലാണ് സഞ്ചരിക്കുന്നത്. ദ റോക്കറ്റ് ട്രാവൽസ് അറ്റ് ഫിനോമിനൽ സ്പീഡ്. ട്രാവൽ, സഞ്ചരിക്കുക. ദ റോക്കറ്റ് ട്രാവൽസ് അറ്റ് ഫിനോമിനൽ സ്പീഡ്. റോക്കറ്റ് ആശ്ചര്യകരമായ വേഗത്തിലാണ് സഞ്ചരിക്കുന്നത്. ഓണേറ്റ്, അലങ്കൃതമായ അല്ലെങ്കിൽ അലങ്കരിച്ച. അലങ്കരിച്ച കിരീടം രാജാവിന് യോജിച്ചതായിരുന്നു. ദി ഓണേറ്റ് ക്രൗൺ വാസ് ഫിറ്റ് ഫോർ എ കിങ്. ക്രൗൺ, കിരീടം.
ദി ഓർണേറ്റ് ക്രൗൺ വാസ് ഫിറ്റ് ഫോർ എ കിങ്. അലങ്കരിച്ച കിരീടം രാജാവിന് യോജിച്ചതായിരുന്നു. ഒക്കർ സംഭവിക്കുക. ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. ദി ആക്സിഡൻറ്റ് ഒക്കേർഡ് ദിസ് മോർണിംഗ്. ആക്സിഡൻറ്റ് അപകടം. ദി ആക്സിഡൻറ്റ് ഒക്കേർഡ് ദിസ് മോർണിംഗ്. ജിയർ നിന്ദിക്കുക അല്ലെങ്കിൽ പരിഹസിക്കുക. മറ്റുള്ളവരുടെ നിർഭാഗ്യങ്ങളിൽ പരിഹസിക്കരുത്. ഡു നോട്ട് ജിയർ അറ്റ് ദ മിസ്ഫോർച്യൂൺസ് ഓഫ് അതേഴ്സ്. മിസ്ഫോർച്യൂൺ എന്ന് പറഞ്ഞാൽ ആപത്ത് അല്ലെങ്കിൽ നിർഭാഗ്യം. ഡു നോട്ട് ജിയർ അറ്റ് ദ മിസ്ഫോർച്യൂൺസ് ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ നിർഭാഗ്യങ്ങളിൽ പരിഹസിക്കരുത്. ഹീപ്പ് കൂമ്പാരം അല്ലെങ്കിൽ കൂന. അവൻ്റെ വസ്ത്രങ്ങൾ തറയിൽ ഒരു കൂമ്പാരമായി കിടന്നു. ഹിസ് ക്ലോത്ത്സ് ലേ ഇൻ എ ഹീപ്പ് ഓൺ ദ ഫ്ലോർ. ലേ എന്ന് വെച്ചാൽ കിടക്കുക. ഹിസ് ക്ലോത്ത്സ് ലേ ഇൻ എ ഹീപ്പ് ഓൺ ദ ഫ്ലോർ. അവൻ്റെ വസ്ത്രങ്ങൾ തറയിൽ ഒരു കൂമ്പാരമായി കിടന്നു. ജനറേറ്റ് സൃഷ്ടിക്കുക അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുക. എഴുത്തുകാരന് കഥകൾ സൃഷ്ടിക്കാൻ കഴിയും. ദ റൈറ്റർ ക്യാൻ ജനറേറ്റ് സ്റ്റോറീസ്. ദ റൈറ്റർ ക്യാൻ ജനറേറ്റ് സ്റ്റോറീസ്. എഴുത്തുകാരന് കഥകൾ സൃഷ്ടിക്കാൻ കഴിയും. ഫെയിൻ നടിക്കുക അല്ലെങ്കിൽ ഭാവിക്കുക. ക്ലാസ് ഒഴിവാക്കാൻ അവൾക്ക് അസുഖമാണെന്ന് നടിക്കേണ്ടി വന്നു. ഷീ ഹാഡ് ടു ഫെയിൻ ബീങ് സിക്ക് ടു സ്കിപ്പ് ക്ലാസ്. സിക്ക് എന്ന് പറഞ്ഞാൽ അസുഖം ബാധിച്ച അല്ലെങ്കിൽ രോഗിയായ. ഷീ ഹാഡ് ടു ഫെയിൻ ബീങ് സിക്ക് ടു സ്കിപ്പ് ക്ലാസ്. ക്ലാസ് ഒഴിവാക്കാൻ അവൾക്ക് അസുഖമാണെന്ന് നടിക്കേണ്ടി വന്നു. ഡിസേർവ് അർഹിക്കുക അല്ലെങ്കിൽ അർഹതയുണ്ടായിരിക്കുക. മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഞങ്ങൾ അർഹിക്കുന്നു. വി ഡിസേർവ് ബെറ്റർ ഫെസിലിറ്റീസ്. ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ സൗകര്യം. വി ഡിസേർവ് ബെറ്റർ ഫെസിലിറ്റീസ്. മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഞങ്ങൾ അർഹിക്കുന്നു. കണ്ടിഗ്യുവസ് തൊട്ടുകിടക്കുന്ന അല്ലെങ്കിൽ അടുത്തുള്ള. രണ്ട് രാജ്യങ്ങളും അടുത്താണ്. ദ ടു കൺട്രീസ് ആർ കണ്ടിഗ്യുവസ്. ദ ടു കൺട്രീസ് ആർ കണ്ടിഗ്യുവസ്. രണ്ട് രാജ്യങ്ങളും അടുത്താണ്. കൺസെൻറ്റ് സമ്മതം അല്ലെങ്കിൽ അനുമതി. നിന്റെ സമ്മതമില്ലാതെ ഞാൻ അങ്ങോട്ട് പോകില്ല. ഐ വോണ്ട് ഗോ ദെയർ വിത്തൗട്ട് യുവർ കൺസെൻറ്റ്. ഐ വോണ്ട് ഗോ ദെയർ വിത്തൗട്ട് യുവർ കൺസെൻറ്റ്. നിന്റെ സമ്മതമില്ലാതെ ഞാൻ അങ്ങോട്ട് പോകില്ല. ക്ലിങ് ചേർന്ന് നിൽക്കുക അല്ലെങ്കിൽ പറ്റിച്ചേർന്ന് നിൽക്കുക എന്നൊക്കെയാണ് അർത്ഥം. ചെറിയ കുട്ടികൾ അമ്മമാരോട് ചേർന്ന് നിൽക്കുന്നു. സ്മോൾ ചിൽഡ്രൻ ക്ലിങ് ടു ദെയർ മദേഴ്സ്. സ്മോൾ ചിൽഡ്രൻ ക്ലിങ് ടു ദെയർ മദേഴ്സ്. ചെറിയ കുട്ടികൾ അമ്മമാരോട് ചേർന്ന് നിൽക്കുന്നു. കോസ് കാരണം, പ്രേരണ, ഹേതു ഇതൊക്കെയാണ് അർത്ഥം. രോഗാണുക്കൾ അസുഖത്തിന് കാരണമാകും. ജേംസ് ക്യാൻ കോസ് ഇൽനെസ്. ഇൽനെസ് അസുഖം. ജേം രോഗാണു. ജേംസ് ക്യാൻ കോസ് ഇൽനെസ്. രോഗാണുക്കൾ അസുഖത്തിന് കാരണമാകും. ആൻസിലറി സഹായകമായ അല്ലെങ്കിൽ അനുബന്ധമായ. അനുബന്ധ ചെലവുകൾ പ്രതീക്ഷിച്ചതിലും കൂടുതലായിരുന്നു. ദി ആൻസിലറി എക്സ്പെൻസസ് വർ ഹയർ ദാൻ എക്സ്പെക്റ്റഡ്. എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ചെലവ്. എക്സ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കുക. ദി ആൻസിലറി എക്സ്പെൻസസ് വർ ഹയർ ദാൻ എക്സ്പെക്റ്റഡ്. അനുബന്ധ ചെലവുകൾ പ്രതീക്ഷിച്ചതിലും കൂടുതലായിരുന്നു. അക്വൈൻറ്റ് പരിചയപ്പെടുത്തുക എന്നാണ് അർത്ഥം. കളിയുടെ നിയമങ്ങൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തട്ടെ. ലെറ്റ് മീ അക്വൈൻറ്റ് യു വിത്ത് ദ റൂൾസ് ഓഫ് ദ ഗെയിം. റൂൾസ് നിയമങ്ങൾ. ലെറ്റ് മീ അക്വൈൻറ്റ് യു വിത്ത് ദ റൂൾസ് ഓഫ് ദ ഗെയിം. കളിയുടെ നിയമങ്ങൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തട്ടെ. ബിഹേവ് പെരുമാറുക അല്ലെങ്കിൽ മാന്യമായി ശരിയായ രീതിയിൽ പെരുമാറുക. നിങ്ങൾ കൂടുതൽ പക്വതയോടെ പെരുമാറണം. യു ഷുഡ് ബിഹേവ് മോർ മെച്യൂർലി. മെച്യൂർലി എന്ന് വെച്ചാൽ പക്വതയോടെ. നിങ്ങൾ കൂടുതൽ പക്വതയോടെ പെരുമാറണം. യു ഷുഡ് ബിഹേവ് മോർ മെച്യൂർലി. കൺസ്പയർ ഗൂഢാലോചന നടത്തുക എന്നാണ് അർത്ഥം. അവർ എനിക്കെതിരെ ഗൂഢാലോചന നടത്തുകയാണ്. ദേ ആർ കൺസ്പയറിങ് അഗൈൻസ്റ്റ് മീ. അഗൈൻസ്റ്റ് എന്ന് പറഞ്ഞാൽ എതിരായി. ദേ ആർ കൺസ്പയറിങ് അഗൈൻസ്റ്റ് മീ. അവർ എനിക്കെതിരെ ഗൂഢാലോചന നടത്തുകയാണ്. കോഷൻ ജാഗ്രത, കരുതൽ അല്ലെങ്കിൽ മുൻകരുതൽ. നമ്മൾ അതീവ ജാഗ്രതയോടെ മുന്നോട്ട് പോകണം. വി മസ്റ്റ് പ്രൊസീഡ് വിത്ത് എക്സ്ട്രീം കോഷൻ. പ്രൊസീഡ് എന്ന് പറഞ്ഞാൽ മുന്നോട്ട് പോകുക. എക്സ്ട്രീം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം അല്ലെങ്കിൽ തീവ്രമായ. വി മസ്റ്റ് പ്രൊസീഡ് വിത്ത് എക്സ്ട്രീം കോഷൻ. നമ്മൾ അതീവ ജാഗ്രതയോടെ മുന്നോട്ട് പോകണം. ഡിഫൈ എതിർക്കുക, ധിക്കരിക്കുക അല്ലെങ്കിൽ ആജ്ഞ ലംഘിക്കുക. കോടതിയുടെ ഉത്തരവ് ലംഘിക്കരുത്. ഡോണ്ട് ഡിഫൈ ദി ഓർഡർ ഓഫ് ദ കോർട്ട്. ഓർഡർ ഉത്തരവ്. ഡോണ്ട് ഡിഫൈ ദി ഓർഡർ ഓഫ് ദ കോർട്ട്. കോടതിയുടെ ഉത്തരവ് ലംഘിക്കരുത്. എഡ്ജ് അറ്റം, വക്ക്, അരിക് ഇതൊക്കെയാണ് അർത്ഥം. കത്തിയുടെ അറ്റത്ത് മൂർച്ചയുണ്ടായിരുന്നു. ദ നൈഫ് വാസ് ഷാർപ്പ് ഓൺ ദി എഡ്ജ്. നൈഫ് കത്തി. ദ നൈഫ് വാസ് ഷാർപ്പ് ഓൺ ദി എഡ്ജ്. കത്തിയുടെ അറ്റത്ത് മൂർച്ചയുണ്ടായിരുന്നു. ജെർമിനേറ്റ് മുളയ്ക്കുക, തളിർക്കുക, ഉരുത്തിരിയുക ഇതൊക്കെയാണ് അർത്ഥം. വിത്ത് മുളയ്ക്കാൻ ഏകദേശം 3 ദിവസം എടുക്കും. ഇറ്റ് ടേക്സ് അബൌട്ട് 3 days ഫോർ ദ സീഡ് ടു ജെർമിനേറ്റ്. സീഡ്
വിത്ത്. ഇറ്റ് ടേക്സ് അബൌട്ട് 3 days ഫോർ ദ സീഡ് ടു ജെർമിനേറ്റ്. വിത്ത് മുളയ്ക്കാൻ ഏകദേശം 3 ദിവസം എടുക്കും. ഹാബിറ്റ്, ശീലം, ചിട്ട അല്ലെങ്കിൽ പതിവ്. ഓരോ മനുഷ്യനും അവരുടേതായ ശീലമുണ്ട്. എവ്രി മാൻ ഹാസ് ഹിസ് ഓൺ ഹാബിറ്റ്. എവ്രി മാൻ ഹാസ് ഹിസ് ഓൺ ഹാബിറ്റ്. ഓരോ മനുഷ്യനും അവരുടേതായ ശീലമുണ്ട്. ഇൻസെപ്ഷൻ, തുടക്കം അല്ലെങ്കിൽ ആരംഭം. അതിൻ്റെ തുടക്കം മുതൽ പദ്ധതി വിജയകരമായിരുന്നു. സിൻസ് ഇറ്റ്സ് ഇൻസെപ്ഷൻ ദ പ്രൊജക്ട് ഹാസ് ബീൻ എ സക്സസ്. സിൻസ് അതുമുതൽ, സക്സസ് വിജയം. സിൻസ് ഇറ്റ്സ് ഇൻസെപ്ഷൻ ദ പ്രൊജക്ട് ഹാസ് ബീൻ എ സക്സസ്. അതിൻ്റെ തുടക്കം മുതൽ പദ്ധതി വിജയകരമായിരുന്നു. ഇൻഫ്ലുവൻസ്, സ്വാധീനം അല്ലെങ്കിൽ സ്വാധീനം ചെലുത്തുക. അവളുടെ സ്വാധീനം എന്നെ മികച്ച വ്യക്തിയാക്കി. ഹെർ ഇൻഫ്ലുവൻസ് മേഡ് മീ എ ബെറ്റർ പേഴ്സൺ. ഹെർ ഇൻഫ്ലുവൻസ് മേഡ് മീ എ ബെറ്റർ പേഴ്സൺ. മോട്ടീവ്, പ്രേരണ, ഹേതു, കാരണം, ഇതൊക്കെയാണ് അർത്ഥം. അത് ചെയ്യാനുള്ള അവൻ്റെ പ്രേരണ എന്തായിരുന്നു? വാട്ട് വാസ് ഹിസ് മോട്ടീവ് ഫോർ ഡൂയിങ് ദാറ്റ്? വാട്ട് വാസ് ഹിസ് മോട്ടീവ് ഫോർ ഡൂയിങ് ദാറ്റ്? അത് ചെയ്യാനുള്ള അവൻ്റെ പ്രേരണ എന്തായിരുന്നു? ഒമിഷൻ, വിട്ടുകളയൽ, ഉപേക്ഷ, തിരസ്കാരം, ഇതൊക്കെയാണ് അർത്ഥം. ടീമിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കിയത് ആശ്ചര്യകരമാണ്. ഹിസ് ഒമിഷൻ ഫ്രം ദ ടീം ഈസ് റാദർ സർപ്രൈസിങ്. സർപ്രൈസിങ് എന്ന് വെച്ചാൽ ആശ്ചര്യകരമായ. ഹിസ് ഒമിഷൻ ഫ്രം ദ ടീം ഈസ് റാദർ സർപ്രൈസിങ്. ടീമിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കിയത് അല്ലെങ്കിൽ വിട്ടുകളഞ്ഞത് ആശ്ചര്യകരമാണ്. ഗ്രാസ്പ്, മനസ്സിലാക്കുക, പിടിക്കുക, മുറുകെ പിടിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. പന്ത് പിടിക്കാൻ നിങ്ങളുടെ കൈകൾ ഉപയോഗിക്കുക. യൂസ് യുവർ ഹാൻഡ്സ് ടു ഗ്രാസ്പ് ദ ബോൾ. പന്ത് പിടിക്കാൻ നിങ്ങളുടെ കൈകൾ ഉപയോഗിക്കുക. സ്പ്രിങ്കിൾ, തളിക്കുക അല്ലെങ്കിൽ വിതറുക. കേക്കിന് മുകളിൽ ചോക്ലേറ്റ് വിതറുക. സ്പ്രിങ്കിൾ ചോക്ലേറ്റ് ഓൺ ടോപ്പ് ഓഫ് ദ കേക്ക്. കേക്കിന് മുകളിൽ ചോക്ലേറ്റ് വിതറുക. ഫ്രൈറ്റൻ, ഭയപ്പെടുത്തുക അല്ലെങ്കിൽ പേടിപ്പിക്കുക. ക്ഷമിക്കണം, ഞാൻ നിങ്ങളെ ഭയപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടില്ല. സോറി, ഐ ഡിഡ്ന്റ് മീൻ ടു ഫ്രൈറ്റൻ യു. സോറി, ഐ ഡിഡ്ന്റ് മീൻ ടു ഫ്രൈറ്റൻ യു. ക്ഷമിക്കണം, ഞാൻ നിങ്ങളെ ഭയപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടില്ല. റെമഡി, പരിഹാരം, ഔഷധം, പ്രതിവിധി, ഇതൊക്കെയാണ് അർത്ഥം. വരണ്ട ചർമ്മത്തിനുള്ള പ്രകൃതിദത്ത പരിഹാരമാണ് തേൻ. ഹണി ഈസ് എ നാച്ചുറൽ റെമഡി ഫോർ ഡ്രൈ സ്കിൻ. ഹണി ഈസ് എ നാച്ചുറൽ റെമഡി ഫോർ ഡ്രൈ സ്കിൻ. വരണ്ട ചർമ്മത്തിനുള്ള പ്രകൃതിദത്ത പരിഹാരമാണ് തേൻ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും വാക്കുകൾ ഉണ്ടെങ്കിൽ അത് താഴെ കമന്റ് ചെയ്തോളൂ കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുകയും കൂടെ ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.